വേണ്ട, പത്മജ വേണുഗോപാലിന് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടിയ പ്രാധാന്യവും മറ്റ് സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് പത്മജയോട് ചോദിക്കാനുള്ളത്, എനിക്ക് പത്മജയിൽ നിന്ന് അറിയാനുള്ളൊരു പ്രധാന കാര്യം മറ്റൊന്നുമല്ല. പത്മജയുടെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിലോ അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ സന്ദർഭം ഏത്? ഏറ്റവും ദുഃഖകരമായ സന്ദർഭം ഏത്? KPCC പ്രസിഡന്റ് വളരെ നയതന്ത്രപരതയുള്ളൊരു ചോദ്യം, ഒരു ഇമോഷണൽ ചോദ്യം കൂടെ. രാഷ്ട്രീയ രംഗത്ത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ചൊരു സന്തോഷം പകർന്നു തന്നിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് ശരിയാണ്. കാരണം ആരുടെ കയ്യിൽ നിന്നും ഒരു നീതി കിട്ടിയെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം തുടക്കം തൊട്ടേ എന്നും സങ്കടങ്ങളാണ് രാഷ്ട്രീയത്തിൽ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഉള്ള കഴിവനുസരിച്ചുള്ള എനിക്ക് ഇവരൊന്നും തന്നിട്ടില്ല എന്ന്. അതിന്റെ കാരണം കെ കരുണാകരൻ എന്നാ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയ, വളർത്തിയ നേതാവിന്റെ മകളായതുകൊണ്ട് മാത്രമാണ്. കെ കരുണാകരൻ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കെ കരുണാകരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു. കെ കരുണാകരനെ BJPക്ക് ക്ലെയിം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അവകാശപ്പെടാനൊന്നും സാധിക്കില്ല. പക്ഷെ അതൊക്കെ ശരിയാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കെ കരുണാകരന് കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചത് എന്താണ്? BJPക്ക് കെ കരുണാകരന്റെ രഹസ്യം അവകാശപ്പെടാൻ സാധിക്കില്ലെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ കോൺഗ്രസ് എന്താണ് കെ കരുണാകരനോട് ചെയ്തത്? കെ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടാനുള്ള അധികാരം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച 1967 തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് കേവലം 9 MLA-മാർ മാത്രമാണ് നിയമസഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പിന്നല്ലാതെ ആ പാർട്ടിയെ ഒരു വലിയ ശക്തിയുള്ള പാർട്ടിയാക്കി മാറ്റുന്ന, EMS മന്ത്രിസഭയെ തന്നെ പിളർത്തുന്ന, പിന്നീട് അച്യുതമേനോനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന, പിന്നീട് ഒറ്റയ്ക്ക് അധികാരത്തിലേറാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാവുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണി തന്നെ കെട്ടിപ്പടുക്കുന്ന കെ കരുണാകരനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത്? കരുണാകരന്റെ ചിത്രം BJPക്കാർ പോസ്റ്ററിൽ ഉപയോഗിക്കുന്നത് വേണ്ട. BJPക്കാർ പോസ്റ്ററിലൊന്നും ഉപയോഗിക്കുന്നില്ല, കോൺഗ്രസ് ഉപയോഗിക്കാറുണ്ട് അവരുടെ പോസ്റ്ററിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കരുണാകരന്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ കഴിയുമോ? മാന്യമായിട്ടുള്ള ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ടോ? ബജറ്റിൽ വകയിരുത്തിയിട്ടതാണ് കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ. ആ സംഖ്യയിൽ മാന്യമായിട്ട് ഒരു സ്മാരകം നിർമ്മിച്ച് കരുണാകരന്റെ ഓർമ്മ നിലനിർത്താനുള്ള ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. അത് ശരിയാ. കോൺഗ്രസിന്റെ ഒരു പൊതുസ്വത്താക്കി മാറ്റാൻ, കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. ഇവര് പൂർണ്ണമായി മറന്നു കളഞ്ഞു, ഇവര് പൂർണ്ണമായി ഉപേക്ഷിച്ച ഒരു ഘട്ടത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുത്തതിന്റെ യാതൊരു നന്ദിയും കടപ്പാടും ഇവർ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ ഈ കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ കാര്യമായിട്ട് നിഷേധിക്കുന്നില്ല. കാരണം മുൻപ് നടന്ന ചരിത്രത്തെ കുറിച്ചിട്ട് നമ്മൾ തർക്കിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കരുണാകരൻ കോൺഗ്രസിനകത്ത് ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു ആളുകളുണ്ടായിരുന്നു, പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പാർട്ടിയെ ഒരു കാലത്ത് നയിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട ആർക്കും. രണ്ടാമത് കരുണാകരന്റെ പേരിലുള്ള സ്മാരക രൂപീകരണത്തിന്, നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷൻ പാർട്ടിയിൽ നടക്കുന്നു. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അത് നിർത്തിവെച്ചിരിക്കുന്നത്. അത് കരുണാകരൻ സഹായിച്ചവർ തന്നെ കെ കരുണാകരൻ ഒരു സ്മാരകം ഉയർന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കി മുന്നിൽ നിൽക്കുന്നു. അതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും അവർ തടസ്സം എന്നല്ല, അവരെങ്ങനെ ഒരു കാര്യം ആലോചിക്കണമല്ലോ. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോൾ ഞാനിനി എല്ലാവരും കൂടി ഒന്ന് പുറത്താക്കുക എന്നല്ല. പക്ഷെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. എത്രയെന്ന് വെച്ചിട്ട് ജനങ്ങളുടെ നിന്ന് ഞാൻ ഒളിച്ചു വയ്ക്കും കാര്യങ്ങൾ മുന്നോട്ട് പോണത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അതിൽ 1-2 പേര് പറഞ്ഞ കമൻറ്റ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങോർക്ക് എന്തിനാ ഈ ഇത്രയും വലിയ ഇത് പണിയേണ്ട കാര്യമൊന്നും. അവരൊക്കെ ഇടയിൽ പോയി ചിരിച്ചുകൊണ്ടിരിക്കണ എൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ഇവരെ വിചാരം ഞാനൊന്നും ഇല്ലെങ്കിൽ ചെവി നല്ല ചെവിയാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കുന്നതിന്. ഈ വേഗം കമൻറ്റ് വരെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇതിൽ. 2010 ഡിസംബർ 23 കരുണാകരൻ മരിച്ചത് കേട്ടോ. 14 വർഷം കഴിഞ്ഞു. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ സ്മാരക നിർമ്മാണത്തിലുള്ള ഫണ്ട് കളക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അത് കേട്ടാ തോന്നും കഴിഞ്ഞ വർഷമാണ് കരുണാകരൻ മരിച്ചത്. 14 വർഷം മുമ്പ് മരിച്ചൊരു മുതിർന്ന നേതാവിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആലോചിക്കണം.
ആലോചിക്കണം. 2, പത്മജ വേണുഗോപാൽ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ആളാണ്. അവരുടെ അച്ഛൻ പാർട്ടി മാറി പോയപ്പോൾ പോലും പാർട്ടിയിൽ നിന്ന് പോവാതെ പാർട്ടിയിൽ ഉറച്ചു നിന്ന ആളാണ്. പത്മജ ഇപ്പൊ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നു? കോൺഗ്രസിനുള്ളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾ കൊണ്ട് പോകുന്നു. ഇന്നലെ ഷമാ മുഹമ്മദ് എന്താണ് പാർട്ടിയെ പറ്റി പറഞ്ഞത്? കഴിഞ്ഞ തവണ ലതിക സുഭാഷിന് എന്ത് അനുഭവമാണ് നേരിട്ടത്? ബിന്ദു കൃഷ്ണയ്ക്ക് എന്ത് അനുഭവമാണ് നേരിട്ടത്? സമാനമായിട്ടുള്ള അനുഭവമാണ് തനിക്ക് നേരിട്ടതെന്ന് പത്മജ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 2016-ലും 2019-ലും തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിച്ചു. തന്നെ പാർട്ടി തന്നെ പരാജയപ്പെടുത്തി. ജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ നിർത്തുന്നില്ല. അത് എല്ലാ കാലത്തും എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതാണല്ലോ ശംഖു. അത് പറയുമ്പോൾ ഇപ്പോൾ ശോഭയ്ക്ക് എത്രത്തോളം പരാതി ഉണ്ടായിരുന്നു ബി.ജെ.പിയോട്? സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മഞ്ജുഷ്, 20 സീറ്റിൽ ബി.ജെ.പി കേരളത്തിൽ 14 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ 3 സീറ്റുകളിൽ നിർത്തിയത് സ്ത്രീകളെയാണ്. കിട്ടിയല്ലോ. കാസർഗോഡ് നിൽക്കുന്നത് ML അശ്വിനിയാണ്. പൊന്നാനി നിൽക്കുന്നത് നിവേദിത സുബ്രഹ്മണ്യനാണ്. ആലപ്പുഴയിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. 14 സീറ്റിൽ ബി.ജെ.പി മത്സരിക്കുമ്പോൾ 3 സീറ്റിൽ സ്ത്രീകളാണ് നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ആയി ഒരൊറ്റ സീറ്റിൽ മാത്രമാണ്, അതും ഒരു സംവരണ സീറ്റിൽ മുൻ MP ആണെന്നുള്ള ഒരൊറ്റ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ 2 മാനദണ്ഡങ്ങൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് പട്ടികയിൽ ഒരു വനിത പോലും ഉണ്ടാവുമായിരുന്നു. ഒരു വനിതാ ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോൾ ആണുങ്ങൾക്കൊക്കെ അവളെന്നെ നോക്കിയോട്ടെ എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ കേട്ട ആളാണ് ഞാൻ. കെ കരുണാകരന്റെ മകളാണ് ഇത് പറയുന്നത്. അതാണ് അത്ഭുതം. അതായത് ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകയല്ല പറയുന്നത്. ആ രീതിയിലുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അത് ഞെട്ടിപ്പിക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറയുന്നത്. അത് വനിതകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നെ മാത്രമല്ല ആണെന്ന് എനിക്ക് തോന്നില്ല. പൊതുവെ വനിതകളെ തോൽപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയായാലും ഷാനിമോളായാലും അവരൊക്കെ നല്ല കഴിവുള്ള നേതാക്കൾ. അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്തോ അബദ്ധത്തിൽ ഷാനിമോളെ, അതെന്താ വെച്ചാൽ എല്ലാവർക്കും കൂടി അതൊരു ഇതായതുകൊണ്ട്, അവരുടെ കാര്യമല്ല പാർട്ടിയുടെ പ്രശ്നമായതുകൊണ്ട് അവർ ജയിച്ചു. പത്മജ വളരെ കൃത്യമായി പറയുന്ന എന്താണ്, കഴിഞ്ഞ തവണ തന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ട് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാലചന്ദ്രന് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരെ വോട്ട് പറിച്ചു എന്നാണ്. അതായത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ പ്രയോറിറ്റി മാത്രം വെച്ച് പ്രവർത്തിച്ച പാർട്ടി തന്നെ കേവലം ഡമ്മിയാക്കി നിർത്തിക്കൊണ്ട് CPI സ്ഥാനാർത്ഥി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ.